എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം. അവൻ പിന്നെയും പള്ളിയിൽ ചെന്ന് അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. പിന്നെ അവരോട് ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവർ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചും കൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അവന്റെ കൈ സൗഖ്യമായി. ഉടനെ പരീശന്മാർ പുറപ്പെട്ടു അവനെ നശിപ്പിക്കേണ്ടതിന് ഹേരോദ്യരുമായി ആലോചന കഴിച്ചു. യേശു ശിഷ്യന്മാരുമായി കടൽക്കരയ്ക്ക് വാങ്ങിപ്പോയി. ഗലീലയിൽ നിന്ന് വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. യഹൂദയിൽ നിന്നും യെരുശലേമിൽ നിന്നും ഏദോമിൽ നിന്നും യോർദാൻ അക്കരെ നിന്നും സോരിന്റെയും സീദോന്റെയും ചുറ്റുപാടിൽ നിന്നും വലിയൊരു കൂട്ടം അവൻ ചെയ്തത് ഒക്കെയും കേട്ടിട്ട് അവന്റെ അടുക്കൽ വന്നു. പുരുഷാരം തന്നെ ഞെരുക്കാതിരിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഒരു ചെറു പടക് തനിക്ക് ഒരുക്കി നിർത്തുവാൻ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അവൻ അനേകരെ സൗഖ്യമാക്കുകയാൽ ബാധകൾ ഉള്ളവർ ഒക്കെയും അവനെ തൊടേണ്ടതിന് തിക്കി തിരക്കി വന്നു. അശുദ്ധാത്മാക്കളും അവനെ കാണുമ്പോൾ ഒക്കെയും അവന്റെ മുമ്പിൽ വീണു. നീ ദൈവപുത്രൻ എന്ന് നിലവിളിച്ചു പറയും. തന്നെ പ്രസിദ്ധമാക്കാതിരിക്കേണ്ടതിന് അവൻ അവരെ വളരെ ശാസിച്ചു പോന്നു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. ശീമോന് പത്രോസ് എന്ന് പേരിട്ടു. സെബദിയുടെ മകനായ യാക്കോബ്, യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ, ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബൊവനേർഗസ് എന്ന് പേരിട്ടു. ആന്ത്രിയാസ്, ഫിലിപ്പോസ്, ബർത്തോലമായി, മത്തായി, തോമസ്, അൽഫായിയുടെ മകനായ യാക്കോബ്, തദായി, കനാന്യനായ ശീമോൻ, തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കറിയാത്ത് യൂദ എന്നിവരെ തന്നെ. അവൻ വീട്ടിൽ വന്നു. അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതെ വണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി വന്നു. അവന്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് ബേസെബൂൽ ഉണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ടവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരെ അടുക്ക വിളിച്ചു ഉപമകളാൽ അവരോട് പറഞ്ഞത്, സാത്താനെ എങ്ങനെ പുറത്താക്കാൻ കഴിയും? ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ആ വീടിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. സാത്താൻ തന്നോട് തന്നെ എതിർത്ത് ഛിദ്രിച്ചു എങ്കിൽ അവന് നിൽപ്പാൻ കഴിയുകയില്ല. അവന്റെ അവസാനം വന്നു. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ ആർക്കും കഴിയുകയില്ല. പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവന് ഒരു അശുദ്ധാത്മാവ് ഉണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്ന് അവന് വിളിപ്പാൻ ആളയച്ചു. പുരുഷാരം അവന്റെ ചുറ്റും ഇരുന്നിരുന്നു. അവർ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. 20-ാം വാക്യത്തിൽ യേശുവിന്റെ ചാർച്ചക്കാർ അഥവാ കുടുംബക്കാർ യേശുവിന്റെ പ്രവർത്തനങ്ങൾ കേട്ടപ്പോൾ അവനെ പിടിക്കാനെത്തി എന്ന് നാം വായിക്കുന്നു. അവർ കരുതിയത് കർത്താവിന്റെ അധ്വാന ജീവിതം, അനിയന്ത്രിതമായ ജനപ്രവാഹം എന്നിവയാൽ ബുദ്ധിശൂന്യതയോ അതിരുകടന്ന മതപ്രവൃത്തിയോ കാണിക്കുകയായിരുന്നു എന്നായിരുന്നു. യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ കരുതിയെങ്കിൽ ദൈവത്തിനായി ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന മനുഷ്യരെ പലപ്പോഴും ഭ്രാന്തൻ എന്ന് വിളിക്കുമെന്നത് ഈ വേദഭാഗങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ യേശു കർത്താവ് പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുന്നതിനുള്ള ഉത്സാഹത്തിൽ മാത്രമായിരുന്ന അവസ്ഥയെ ബന്ധുക്കൾ ലൗകികമായി ചിന്തിച്ചു.
യോഹന്നാൻ 7:5 കാണാം, അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് നാം വായിക്കുന്നു. എന്നതിൽ നിന്ന് അവജ്ഞയും അവഗണനയും തെറ്റിദ്ധാരണയും അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്ന് മനസ്സിലാക്കാം. 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ അമ്മയും സഹോദരന്മാരും കർത്താവിനെ കാണുവാൻ എത്തിയപ്പോൾ യേശു കർത്താവ് തന്റെ യഥാർത്ഥ കുടുംബക്കാർ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അഥവാ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായി സ്വീകരിച്ചു എല്ലാ നിയമങ്ങളിലും അവന് കീഴടങ്ങി ജീവിക്കുന്നവനാണ് തന്റെ അമ്മയും സഹോദരന്മാരും അഥവാ കുടുംബം എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. ലൂക്കോസ് 8:21 എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. വിശ്വാസത്താൽ കർത്താവിനെ കൈക്കൊള്ളുന്നവരാണ് ദൈവമക്കൾ എന്നുകൂടി ഈ വേദഭാഗം വ്യക്തമാക്കുന്നു. യോഹന്നാൻ 1:12-13 പ്രകാരം ദൈവമക്കളാകുന്നത് രക്തബന്ധത്തിലൂടെ അല്ല, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം വീണ്ടും ജനിച്ചതിലൂടെയാണ് എന്ന് എഴുതിയിരിക്കുന്നു. മാത്രമല്ല, യേശു കർത്താവ് തന്റെ അനുയായികൾക്കുള്ള വിശ്വാസബന്ധം കുടുംബ ബന്ധത്തെക്കാൾ ഉയർന്നതാണ് എന്ന് വ്യക്തമാക്കുന്നു.